ഇന്നിപ്പോൾ പുതിയൊരു യാത്രയാണ് ഇന്ന്. ഇവിടെ ബാംഗ്ലൂരിനടുത്തുള്ള ഒരു ചെറിയൊരു യാത്ര. ആന്ധ്രാപ്രദേശിലെ മല്ലപ്പകൊണ്ട എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു 110 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ തന്നെ ഫുൾ ടാങ്കൊക്കെ അടിച്ച് റെഡിയാവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. നേരെ പുലർന്നു വരുന്നേ ഉള്ളൂ. നല്ല ഇരുട്ടാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഇവിടെ എത്തി. അവർ വെയിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഫുൾ ടാങ്ക് അടിച്ച് ഇനിയിപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. കോടയിലുള്ള യാത്ര ഉണ്ടല്ലോ, വേറെ ലെവലാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ കോട നമ്മളങ്ങ് പണി തരും, നല്ല പണി തരും. കോട കൂടിക്കഴിഞ്ഞാലേ ഈ അവസ്ഥയായിരിക്കത്തില്ല. പിന്നെ ഒന്നും കാണത്തില്ല വഴിയിൽ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പതുക്കെ പോകേണ്ടി വരും. ഇന്നിന് അത്ര കോടയുടെ ബുദ്ധിമുട്ടില്ല. ബാംഗ്ലൂരിൻ്റെയും കൃഷ്ണഗിരിയുടെ ഇടയ്ക്കുള്ള തമിഴ്നാടൻ ഗ്രാമങ്ങളുടെ യാത്ര പൊളി. നല്ല സിങ്കിരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അല്ല, എന്താ ഭംഗിയുള്ള സ്ഥലമല്ലേ. പക്ഷെ ഞാൻ കാണുന്ന ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാം കോട. ദൈവമേ, ആഹാ, സ്മൂത്ത് റോഡ്, സ്മൂത്ത് റൈഡ്, നല്ല തണുപ്പുണ്ട്. ഞാനിപ്പോൾ ജാക്കറ്റിൻ്റെ അകത്ത് 2 ടീഷർട്ട് ഇട്ട്, ഒരു ഫുൾ കൈ ഇട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറെ ടീഷർട്ട്. അതിലൊന്നൊരു സെറ്റ് ടൈപ്പാണ്. എന്നാലും നല്ല തണുപ്പുണ്ട് ഉള്ളിലോട്ട്. നല്ല അടിപൊളി റോഡ് മാത്രമല്ല, ക്ലൈമറ്റും പൊളിയാണ്. റോഡ് മാത്രമല്ല, നല്ല ക്ലൈമറ്റാണ്, തണുപ്പുണ്ട്. ഈ റോഡെടുത്ത് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ നമുക്ക് അവിടേക്ക് നേരത്തെ എത്തുന്നതാണോ അതോ ഇപ്പം എനിക്കധികം എൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സ്ഥലത്ത് വേഗത്തിനായിട്ടും ഭേദം നമുക്ക് കുറച്ച് പതുക്കെ യാത്രയൊക്കെ കണ്ട് ഇതേപോലെ പോവുകയാണെന്നല്ല കുറച്ച് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഹൈവേ എടുക്കാതിരുന്നത്. ഈ റോഡാകുമ്പോൾ എന്താ ഭംഗി, തണുപ്പും നല്ല ഒരു ഇത്. മറ്റാകുമ്പോൾ ഹൈവേ ആണ്, ഫുൾ ട്രക്കായിരിക്കും. അതേ കൂടി ഒരു യാത്ര. ചില ആൾക്കാർക്ക് ഹൈവേ കൂടെ പോയിട്ട് അവിടെ നേരത്തെ ആദ്യം എത്താമെന്നുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അങ്ങനെ പോവാം. പിന്നെ ഈ റൂട്ട് വേണമെങ്കിൽ വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോവുകയാണെങ്കിൽ നമുക്ക് KGF എത്താം. മറ്റേ KGF സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലം. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ മല്ലപ്പകൊണ്ട പോയിട്ട് അവിടെ ഒരു സൺറൈസൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്നൊരു 3/4 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ ഈ പറഞ്ഞ KGF കൊളാഗോർ ഫീൽഡിലോട്ട്. ആഹാ, എന്താ വ്യൂ, നല്ല കോടയാണ്. ഇതേപോലത്തെ ചെറിയ ട്രാഫിക് ഉണ്ടെന്നുള്ളൂ. പൊളി റോഡാണ്. മോർണിംഗ് റൈഡ്, സൺഡേ മോർണിംഗ് റൈഡ് അതാണ്. വാ, പൊളി. നല്ല തണുപ്പായിരുന്നു. ചായ കുടിക്കാണ്ട് പറ്റാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ വഴി നിർത്തി ഒരു ചായക്കട തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചായയും കുടിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ മൈക്ക് കണക്ട് ചെയ്യാൻ വിട്ടുപോയി. അതിനുശേഷം ഞാനിങ്ങനെ പാട്ടും കേട്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് റോഡ് കുറേയും കൂടിയൊക്കെ അടിപൊളിയായത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റും കൂടി ചേരുന്ന സ്ഥലമാണ്. തമിഴ്നാടും ആന്ധ്രയും കർണാടകയും. ഇപ്പോൾ ഞങ്ങൾ കയറിക്കുന്ന ഈ റോഡ് എന്നത് ആന്ധ്രയിലാണ്. ആന്ധ്രയിലോട്ട് ഞങ്ങൾ കയറി കഴിഞ്ഞു. നല്ല റോഡായിരുന്നു, നല്ല സ്മൂത്ത് റോഡായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഈ റോഡിൽ കൂടി നല്ല അടുത്തൊന്നും വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു ചെറിയൊരു റൂട്ടായിരുന്നു. നല്ല അടിച്ചു പൊളിച്ച് നല്ലൊരു യാത്രയായിരുന്നു ഇതിലേക്ക്.
ഇവിടെ നിന്ന് അങ്ങോട്ട് കുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഏകദേശം ഒരു 3 മലകളുണ്ട്. ഈ 3 മല കഴിഞ്ഞിട്ട് 3ാമത്തെ മലയാണ് ഈ മല്ലപ്പകൊണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ഫസ്റ്റത്തെ മല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് കയറി ജസ്റ്റ് ഈ വളവൊക്കെ ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. 2-3 കർവുകളുണ്ട്. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല പൊളിയായിരുന്നു, നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങളെല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചും വഴിയിൽ കുറേ നേരം ഫോട്ടോ എടുത്തും അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് യാത്ര തുടങ്ങിയത്. ശരിക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇവിടേക്ക് വരാൻ. അത് തരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡാണ്. എത്ര തവണയാണ് ഞാൻ ഈ റോഡിനെ കുറിച്ച് ബുക്ക് പറയണമെന്നറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇങ്ങോട്ടുള്ള റോഡായിരുന്നു. അത് ചെന്ന സ്ഥലം വളരെ നല്ലൊരു അമ്പലമാണ്, പക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് പോകാനുള്ള ഈ വഴിയായിരുന്നു. ഇതാണ് ടോപ്പ്. അപ്പം ഞങ്ങൾ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് നേരെ ആ മലയിലോട്ട് നടന്നു കയറി. ഇതാണ് ആ മല, മല്ലപ്പകൊണ്ട. ഇതാണ് ഏറ്റവും ടോപ്പ്. അങ്ങ് കാണുന്ന ആ ചെറിയ വഴികൾ കണ്ടോ, ഇതിലൂടെയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഓരോ മല താണ്ടി നേരെ ഇവിടേക്ക്. നല്ല യാത്രയായിരുന്നു, നല്ല തണുപ്പും നല്ല സന്തോഷം തരുന്നൊരു യാത്രയായിരുന്നു. പറഞ്ഞ പോലെ റോഡായിരുന്നു ഏറ്റവും മനോഹരം. ശരിക്കും ഞങ്ങൾ അത് കണ്ട് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് യാത്ര ചെയ്തത്. വളരെ സന്തോഷമായിരുന്നു. നിങ്ങൾക്കും ഈ റോഡ് ട്രൈ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.